ഹലോ സുഹൃത്തുക്കളെ, ജ്യോതിഷ് ബ്ലോഗറാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപയോഗിച്ച ഫോണുകൾ, പിന്നെ ഹെഡ്ഫോൺ, അതിൻ്റെയൊക്കെ ഒരു സംഭവം കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ട, ഇത് ഞാൻ ആദ്യം വാങ്ങിയ പുതിയ ഫോണാണ്. എന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് ഞാൻ സെക്കൻഡ് ഹാൻഡ് ഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ലൈഫിൽ ആദ്യം വാങ്ങി പുതിയ ഫോണാണിത്. അങ്ങനെ കുറേ കാലം ഈ ഫോൺ ഉപയോഗിച്ച് അത് കഴിഞ്ഞത് പോയി. അടുത്തത് രണ്ടാമത് ഒരു കൂട്ടുകാരൻ്റെ സജഷൻ മൂലം എടുത്തൊരു ഫോണാണ് പോക്കോ M3. ഇതും കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് അത് അടിച്ചു പോയി. അതിനുശേഷം അടിച്ചു പോയപ്പോൾ ഇടയ്ക്ക് വാങ്ങിയ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണാണ്. ബോക്സും എല്ലാം ഉണ്ടായിരുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണാണ്. റെഡ്മിയുടെയാണ് 8. ഞാൻ അതും പോയിട്ട് പിന്നെ ഞാൻ നേരെ വാങ്ങിയ ഫോണാണ് ഇത് വിവോ 30E. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോണാണ്. എന്നുവെച്ചാൽ ക്യാമറ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണാനല്ലേ, ഈ ഫോണിൻ്റെ ക്യാമറയിൽ തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. ഇതുവരെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ 9 ലക്ഷവും 1 ലക്ഷവും 2 ലക്ഷത്തിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഫോണിലൂടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഈ ഫോണിൻ്റെ പെർഫോമൻസ് സൂപ്പറാട്ടാ. ഒരു രക്ഷയില്ലാത്ത ഫോണാണ്, കിടിലൻ ഫോണാണ്. എനിക്ക് ലൈഫിൽ ഇഷ്ടപ്പെട്ട, ഞാൻ സത്യം പറഞ്ഞ് ഞാൻ ഓക്സിജൻ ഷോറൂമിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോ വെർഷൻ ഫോൺ എടുക്കാനാണ് പോകണം. അങ്ങനെ പ്രോ നോക്കിയപ്പോഴേക്കും എനിക്ക് അതിൻ്റെ ക്യാമറ വലുതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ പ്രോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഒരു പയ്യൻ ഈ ഒരു മോഡൽ കൊണ്ടുവന്ന് ഇതിൻ്റെ ക്യാമറ ഇഷ്ടപ്പെട്ട്, ഇതിൻ്റെ പെർഫോമൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ടോപ്പ് മോഡൽ ഇറങ്ങി. ഞാൻ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ സീരിയസ് വരുന്ന ഫോണുകൾ സൂപ്പറാണ്. വിവോയുടെ ഒക്കെ ഇങ്ങനത്തെ ഫോണുകൾ ഭയങ്കര സൂപ്പറാണ്. അത് ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വാങ്ങിയ എയർപോഡാണ് ഇത് എൻ്റെ നഷ്ടപ്പെട്ടു പോയി. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇത് നല്ല ഹെഡ്ഫോണാണ് കേട്ടോ, കിടിലമായിരുന്നു. ചാർജ് 2-3 ദിവസമൊക്കെ നിൽക്കുകയും ചെയ്യും, ചെവിയിൽ ഒതുങ്ങിയിരിക്കും. അങ്ങനെ ഇതിപ്പോൾ പോയി. അങ്ങനെ പിന്നീട് വാങ്ങിയതാണ് ബോട്ടിൻ്റെ. ഇത് ചെവിക്ക് ഭയങ്കര വേദനയുണ്ട്. വേദന ഇല്ലാത്ത സാധനം. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെവി നോവും. നമ്മൾ പകരം ഇത് ഇങ്ങനെ വെക്കേണ്ടത്. ഇങ്ങനെ വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെവിക്ക് വലിയ വേദന വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുറേ വട്ടത്തരങ്ങൾ പറയുന്ന വീഡിയോ ആയിട്ടായിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിക്ക് ഈ സാധനങ്ങളൊക്കെ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. ഇങ്ങനെയൊക്കെ ആരെങ്കിലും സൂക്ഷിച്ച് വെക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ആദ്യം മേടിച്ച ഫോൺ തൊട്ട് അവസാനം വരെ മേടിച്ച ഫോണിൻ്റെയൊക്കെ ബോക്സുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതെനിക്ക് പറയുള്ളൂ. ഓക്കെ, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ടാറ്റ.